അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേട്ടറ്റ് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അറബി സാഹിത്യത്തിൽ വളരെ ക്യാപ്സ്യൂളായിട്ടുള്ള അറബി സാഹിത്യത്തിലെ നോട്ടുകളാണ് ഈ ഒരു വോയിസിലൂടെ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. കേട്ടറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് സയ്യാത്തിൻ്റെ താരിഖുൽ അദബിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പാഠങ്ങളാണ്, ചോദ്യങ്ങളാണ്. ആ സിലബസ് ബേസ് ചെയ്തുകൊണ്ടുള്ള വളരെ ക്യാപ്സ്യൂളായിട്ടുള്ള നോട്ടുകളാണ് ഇവിടെ വായിക്കുന്നത്. നമുക്ക് 4 ക്ലാസ്സുകൾ കൊണ്ട് ജാഹിലി, അമവി, അബ്ബാസി, അസുൽ ഹദീസ് ഈ 4 മേഖലയും 4 ക്ലാസ്സുകളിലൂടെ നമുക്ക് കവർ ചെയ്യാൻ കഴിയും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ജാഹിലി കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാർ, മുഹല്ലറം സാഹിത്യകാരന്മാർ, അമവി കാലഘട്ടത്തിലെ മുഹല്ലറം കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാർ. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ഒരു വോയിസിൽ ചർച്ച ചെയ്യുന്നത്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് ഖുതബാക്കളാണ്, പ്രസംഗകന്മാർ. ജാഹിലി കാലഘട്ടത്തിലെ പ്രശസ്തരായ പ്രസംഗകരിൽപ്പെട്ട ഒരാളാണ് ഖുസ് ബിൻ സഈദ അൽ ഇയാദി. ഹുവ അസ്ഖഫ് നജ്റാൻ ഗോത്രത്തിന്റെ പുരോഹിതനാണ്. വ ഖതീബുൽ അറബ്, അറബികളുടെ പ്രസംഗകനാണ്. വ ഹകീമുഹ വ ഹകമുഹ, അവരുടെ തത്വജ്ഞാനി കൂടിയാണ്. കാന യുഅ്മിനു ബില്ലാഹി വയദഉ ഇലൈഹി ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന, അദ്ദേഹം ഏകദൈവ വിശ്വാസിയായിരുന്നു. യുഖാലു ഇന്നഹു അവ്വലു മൻ ഖതബ അലാ ശറഫിൻ വത്തക അലാ സൈഫിൻ വഖാല ഫീ ഖുതബിഹി അമ്മാ ബഅദ്, ഖുതുബയിൽ ആദ്യമായി അമ്മാ ബഅദ് എന്ന പ്രയോഗം കൊണ്ടുവന്നത്, അതേപോലെ ഉയർന്ന സ്ഥലത്ത് നിന്നുള്ള പ്രസംഗം, ഈ രീതിയൊക്കെ ആദ്യമായി ആവിഷ്കരിച്ചത് ഖുസ് ബിൻ സഈദയാണ്. സമിഅഹു അൻ-നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഉഖാൽ ഫഅസ്നാ അലൈഹി, പ്രവാചകൻ ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടപ്പോൾ അദ്ദേഹത്തെ പുകഴ്ത്തുകയുണ്ടായി. വയുർവ അന്നഹു ഖാല ഫീ, പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു എന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. റഹിമല്ലാഹു ഖുസ്സൻ ഇന്നി ലഅർജു യൗമൽ ഖിയാമ അൻ യബ്അസ ഉമ്മത വഹ്ദഹു, അല്ലാഹു ഖുസ്സിനെ അനുഗ്രഹിക്കട്ടെ, അദ്ദേഹം ഖിയാമത്ത് നാളിൽ ഒരു ഉമ്മത്തുമായി അള്ളാഹുവിൻ്റെ അടുക്കൽ വരുന്നവനായി മാറട്ടെ എന്ന് പ്രവാചകൻ അദ്ദേഹത്തെ ആശീർവദിക്കുകയുണ്ടായി. കാന അമ്മറ തവീലൻ, ധാരാളം 120 വർഷക്കാലത്തോളം അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. ഹത്ത തുഫ്യ സന 600 മീലാദിയ, ക്രിസ്താബ്ദം 600 ഇദ്ദേഹം മരണപ്പെടുന്നത്. അടുത്തത് ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായൊരു പ്രസംഗമാണ് അയ്യുഹന്നാസ് ഇസ്മഉ വഉ ഇന്നഹു മൻ ആശ മാത് വമൻ മാത ഫാത് വകുല്ലു മാ ഹുവ ആതിൻ ആത് ലൈലുൻ ദാജ് നഹാറുൻ സാജ് വസമാഉൻ ദാതു അബ്രാജ് വനുജൂമുൻ തസ്ഹർ തുടങ്ങിയ വരികൾ. അടുത്തത് അംർ ബിൻ മഅദി കർബ് അസ്-സുബൈദി, ക്രിസ്താബ്ദം 643 ഇദ്ദേഹം മരണപ്പെടുന്നത്. ഇദ്ദേഹം അംർ ബിൻ മഅദി കർബ് അസ്-സുബൈദി ഫാരിസുൽ യമനിന്റെ യോദ്ധാവാണ്. വഖതീബുൽ അറബ്, അറബികളുടെ പ്രസംഗകനാണ്. വബത്തലുൽ ഖാദിസിയ യുദ്ധത്തിലെ ഹീറോയാണ്. യൻതഹി നസബുഹു ഇലാ കഹ്താൻ ഗോത്രത്തിലാണ് ഇദ്ദേഹം. വയുക്കന്ന അബാസോർ എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ അപരനാമമാണ്. ലഖിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലദാ മുൻസരിഫിഹി മിൻ തബൂക്ക്, പ്രവാചകൻ തബൂക്കിൽ നിന്ന് മടങ്ങുമ്പോൾ ഇദ്ദേഹവുമായി കണ്ടുമുട്ടിയിട്ടുണ്ട്. ക്രിസ്താബ്ദം ഹിജ്റ 9-ാം വർഷം. ഫഅസ്ലമ ഹുവ വ ഖൗമുഹു, അംർ ബിൻ മഅദി കർബും അദ്ദേഹത്തിന്റെ ജനതയും പ്രവാചകനിൽ വിശ്വസിച്ചു. പക്ഷെ പിന്നീട് അദ്ദേഹം ഫർതദ്ദ ബഅദ ഇസ്ലാമിഹി, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. സുമ്മ റജഅ ഇലൽ ഹഖ് വജാഹദ ഫീ സബീലില്ലാഹി ഹഖ ജിഹാദി, പിന്നീട് വീണ്ടും ഇസ്ലാമിലേക്ക് വരികയും ഇസ്ലാമിലെ ധാരാളം ജിഹാദ് നടത്തുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഷഹീദുൽ ഖാദിസിയ യുദ്ധത്തിൽ ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഇദ്ദേഹം 110 വർഷക്കാലം ജീവിച്ചിട്ടുണ്ട്. അങ്ങനെ ഇദ്ദേഹം മരണപ്പെടുന്നത് ക്രിസ്താബ്ദം 643. അടുത്തത് ഇംറുൽ ഖൈസ് ജാഹിലി കാലഘട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധനായ ഒരു കവിയാണ്. മുഅല്ലഖ എഴുതിയ സാഹിത്യകാരൻ കൂടിയാണ്. ജുൻദഹ് ബിൻ ഹജർ അൽ കിന്ദി എന്നാണ് യഥാർത്ഥ പേര്. നജിദിലാണ് ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് ബനു അസദ് ഗോത്രത്തിലെ രാജാവായിരുന്നു. കിന്ദ എന്നതാണ് അദ്ദേഹത്തിന്റെ
ഗോത്രത്തിന്റെ പേര്, ഇദ്ദേഹത്തിന്റെ കാമുകിയുടെ പേര് ഉനൈസ എന്നാണ്. അവ്വലു മൻ വഖഫ അലൽ അത്ലാൽ വബക അലദ് ദിയാർ വശബ്ബ ബിൻ നിസാ, ആദ്യമായി ഈ സ്ത്രീകളെ വർണ്ണിച്ച് പാട്ടുകൾ പാടിയത്, അതേപോലെ കാമുകിയുടെ വീടിന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞ് കവിതകൾ പാടിയതൊക്കെ ഇംറുൽ ഖൈസാണ്. ഇദ്ദേഹത്തിന് ദുൽ ഖുറൂഹ് എന്നും മലിക്കുൽ ദലീൽ എന്നും മലിക്കു ഷ്വറ എന്നൊക്കെ ഇദ്ദേഹത്തിന് പേരുണ്ട്. അദ്ദേഹത്തിന്റെ മുഅല്ലഖയുടെ തുടക്കം ഖിഫ അനബ്കി മിൻ ദിക്റാ ഹബീബിൻ വ മൻസിലി ബിസിഖ്തിൽ ലിവ ബൈന ദഖൂലി ഫഹൗമലി എന്ന വരിയാണ്. അടുത്തത് നാബിഗത്തുൽ ദിബിയാനി. ഇദ്ദേഹം മുഅല്ലഖ രചിച്ചിട്ടില്ല എങ്കിലും ഇദ്ദേഹം പ്രസിദ്ധനായ ജാഹിലി കവിയാണ്. സിയാദ് ഇബ്നു മുആവിയ എന്നാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. ഇദ്ദേഹം ജാഹിലി കാലഘട്ടത്തിലെ കവികൾക്കിടയിൽ ഹാക്കിമായി, ഖാലിയായി, ജഡ്ജായി നിന്നിരുന്നു. വിധി പറയാൻ ഏറ്റവും നല്ല കവിത ഏതെന്ന് വിധിച്ചിരുന്നത് ഇദ്ദേഹമായിരുന്നു. അബൂ ഉമാമ എന്ന് ഇദ്ദേഹത്തിന് അപരനാമമുണ്ട്. ഇദ്ദേഹം ജാഹിലി കാലഘട്ടത്തിലെ കവികളെ നഖ്ദ് ചെയ്ത ആൾ കൂടിയാണ്. ഇദ്ദേഹത്തിന്റെ മുഅല്ലഖയുടെ തുടക്കം, അതായത് ഇദ്ദേഹം മുഅല്ലഖാത്തുൽ അശ്റിലാണ് വരുന്നത്. 10 മുഅല്ലഖ എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ ഒരു മുഅല്ലഖ നാബിഗയുടേതാണ്. മുഅല്ലഖയുടെ തുടക്കം യാദാറമിയ്യത ബിൽ അലിയാഇ ഫസ്സനദി അഖ്വദ് വ ത്വാല അലൈഹാ സാലിഫുൽ അബദി എന്നുള്ളതാണ്. സുഹൈർ ബിൻ അബി സൽമ, ഇദ്ദേഹം ബനു ഖത്ഫാൻ ഗോത്രക്കാരനാണ്. ഷാഇറുൽ ഹിക്മ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഒരുപാട് തത്വജ്ഞാനങ്ങൾ ഇദ്ദേഹത്തിന്റെ കവിതയിലുണ്ട്. തൂഫിയ ഖബ്ലൽ ഹിജ്റ, ഹിജ്റക്ക് മുമ്പാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. വഖദ് അസ്ലമ വലദുഹു, ഇദ്ദേഹത്തിന്റെ മകൻ കഅബ് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. മദഹ ഫീ മുഅല്ലഖതിഹി ഹാരിസ് ഇബ്നു ഔഫ് വ ഹരിം ഇബ്നു സിനാൻ, ഇദ്ദേഹം ഹാരിസ് ഇബ്നു ഔഫിനെയും ഹരിം ഇബ്നു സിനാനെയും ധാരാളമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. ഹു അഷ്ഹറു ശുഅറ ഇദാ റഗിബ, അങ്ങനെയാണ്. സുഹൈർ ഇദാ റഗിബ വ ഇംറുൽ ഖൈസ് ഇദാ റകിബ വൽ ആയിഷ ഇദാ ത്വരിബ എന്നാണ് പറയുന്നത്. ഉമർ റളിയല്ലാഹു ഇദ്ദേഹത്തെ വർണ്ണിച്ചത് ഷാഇറു ശുഅറ എന്നാണ്. നജിദിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഹൗലിയാത്ത് എന്ന് ഇദ്ദേഹത്തിന്റെ കവിതകൾക്ക് പേരുണ്ട്. ഒരു വർഷം എടുക്കും ഇദ്ദേഹം ഒരു കവിത എഴുതാൻ, അതുകൊണ്ടാണ് അങ്ങനെ. ഇദ്ദേഹം അഹദു സലാസത്തിൽ മുതഖദ്ദിമീൻ, ഏറ്റവും മികച്ച 3 കവികളിൽ ഒരാളാണ്. ഇംറുൽ ഖൈസ്, നാബിഗ, സുഹൈർ. ഇദ്ദേഹത്തിന്റെ സഹോദരിയാണ് ഖൻസ. നമ്മുടെ ഖൻസ അല്ല, വേറെ ഖൻസ ആണിത്. മുഖദ്റം കവിയായ ഖൻസ അല്ല. ഇദ്ദേഹത്തിന്റെ മുഅല്ലഖയുടെ തുടക്കം അമിൻ ഉമ്മി ഔഫാദി മിന തുല്ലം തകല്ലമി ബിഹൗമാനത്തി ദർറാജി ഫൽമുതസല്ലിമി എന്നുള്ളതാണ്. അടുത്തത് ആയിഷ. ആയിഷയുടെ യഥാർത്ഥ പേര് മൈമൂൻ ബിൻ ഖൈസ് എന്നാണ്. സ്വന്നാജത്തുൽ അറബ് എന്ന് ഇദ്ദേഹത്തിന് പേരുണ്ട്. ജാഹിലി കാലഘട്ടത്തിൽ പ്രസിദ്ധയായ ഒരു കവിയാണ്. അതേപോലെ മുഅല്ലഖ എഴുതിയിട്ടില്ലെങ്കിലും 10 മുഅല്ലഖയിൽ ഇദ്ദേഹം വരുന്നുണ്ട്. സാഹിബുൽ ലാമിയാത്ത്, ലാമിയത്താണ് ഇദ്ദേഹത്തിന്റെ കവിത. ഫി ത്വബഖത്തുൽ ഊല മിന ശുഅറാഇൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിലെ 1ാം ഘട്ട മികച്ച കവികളിൽപ്പെട്ട ഒരാളാണ്. വദ്യ ഹുറൈറത ഇന്ന റക്ബ മുർതഹിലുൻ വഹൽ തുതീഖു വദാഅൻ അയ്യുഹർ റജുലു, അതാണ് ഇദ്ദേഹത്തിന്റെ മുഅല്ലഖയുടെ തുടക്കം. അൻതർദ് ബിൻ ശദ്ദാദ് അൽ അബ്സി, ഇദ്ദേഹം മനോഹരമായ മുഅല്ലഖയുടെ ഉടമയാണ്. കാമിൽ ബഹറിലാണ് ഇദ്ദേഹത്തിന്റെ മുഅല്ലഖ. ഇദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് ഹബശിയ സുബൈബ എന്നാണ്. സുബൈബ ഹബശിയാണ്. അതേപോലെ അടിമ കൂടിയാണ് അൻതറ. ആഷിഖത്തുഹു ഉബ്ല, അൻതറയുടെ കാമുകിയാണ് ഉബ്ല. മീമിയാണ് ഇദ്ദേഹത്തിന്റെ മുഅല്ലഖ. ഇദ്ദേഹത്തിന്റെ മുഅല്ലഖയുടെ തുടക്കം ഹൽ ഗാദറ ശുഅറാഉ മിൻ മുതറദ്ദിമി അം ഹൽ അറഫ്തി ദാറ ബഅദ തവഹുമി. ത്വറഫത്ത് ബിൻ അബ്ദ് അൽ ബിക്കരി, ഇദ്ദേഹം മുഅല്ലഖയുടെ മുഅല്ലഖ എഴുതിയ കവിയാണ്. ഫുഹൂലു ശുഅറ ആണ്, കവികളുടെ ഏറ്റവും മികച്ച കവികളിൽപ്പെട്ട ഒരാളാണ്. വഹുവ ദൂനൽ 20 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം മുഅല്ലഖ രചിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്.
ബഹ്റൈനിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ മുഅല്ലഖ ദാലിയയാണ്. 104 വരികളാണുള്ളത്. ക്രിസ്താബ്ദം 665 ഇദ്ദേഹം 26-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു പോകുന്നുണ്ട്. 26 വയസ്സാകുമ്പോഴേക്കും ഇദ്ദേഹം മരണപ്പെട്ടു പോകുന്നുണ്ട്. ഗുലാമുൽ ഖത്തീൽ എന്ന് ഇദ്ദേഹത്തിന് അപരനാമമുണ്ട്. ഇദ്ദേഹത്തിന്റെ മുഅല്ലഖയുടെ തുടക്കം ലിഖൗലത അത്ലാലുൻ ബിബർക്കത്തി സഹ്മുദി തലുഹു കബാക്കിൽ വഷ്മി ഫീ ളാഹിരിൽ യദി എന്നുള്ളതാണ്. അടുത്തത് അംർ ബിൻ കുൽസൂം അത്തഗ്ലബി. ഇദ്ദേഹം മുഅല്ലഖ എഴുതിയ കവിയാണ്. ഷായറുല്ലദി ഖത്തല മലിക്കൽ ഹൈറ അംർ ബിൻ ഹിന്ദ്. ഹൈറയിലെ രാജാവായ അംർ ബിൻ ഹിന്ദിനെ ഇദ്ദേഹം വധിച്ചു കളഞ്ഞിട്ടുണ്ട്. അംർ ബിൻ കുൽസൂം തഗ്ലബ് ഗോത്രക്കാരനാണ്. ജസീറത്തുൽ ഫുറാത്തിയയിലാണ് ഇദ്ദേഹത്തിൻ്റെ വളർന്നത്. ഇദ്ദേഹത്തിൻ്റെ മാതാവ് ലൈലയാണ്. മുഹൽഹിൽ ബിൻ അബി റബീഅയുടെ മകൾ ലൈലയാണ്. മുഹൽഹിൽ എന്ന് പറയുന്നത് ഇംറുൽ ഖൈസിൻ്റെ ഖാലാണ്. കാന ഷാഇറൻ ഫാരിസൻ. ഇദ്ദേഹം ഭയങ്കര യോദ്ധാവായിരുന്നു. മുഅല്ലഖതുഹു നൂനിയ ഫി ബഹ്റിൽ വാഫിർ. വാഫിർ ബസിനിലാണ് ഇദ്ദേഹത്തിൻ്റെ മുഅല്ലഖ. അദ്ദേഹത്തിൻ്റെ മുഅല്ലഖയുടെ തുടക്കം ഇങ്ങനെയാണ്: അലാ ഹുബ്ബി ബിസഹ്നികി ഫസ്ബഹീന വലാ തുബ്ഖി ഖുമൂറൽ അൻദരീന ഇദാ ബലഗൽ ഫിത്വാമ ലനാ സബിയ്യുൻ തഖിറു ലഹുൽ ജബാബിറു സാജിദീന. ഇദ്ദേഹത്തിൻ്റെ മുഅല്ലഖയിലെ ഏറ്റവും അവസാനത്തെ വരിയാണ്. മനോഹരമായ മുഅല്ലഖയുടെ ഉടമയാണ് അംർ ബിൻ കുൽസൂം തഗ്ലബി. അടുത്ത ഹാരിസ് ബിൻ ഹില്ലിസ അൽ ബിക്കരി. ബിക്കർ ഗോത്രക്കാരനാണ്. ഇദ്ദേഹത്തിൻ്റെ കാമുകിയുടെ പേര് അസ്മായി എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ മുഅല്ലഖ ഹംസിയയാണ്. അതായത് ഹംസിലാണ്, എല്ലാ അക്ഷരവും ഹംസയിലാണ് അവസാനിക്കുന്നത്. ആദനത്ഹ ബൈനഹ അസ്മാഉ റുബ്ബസാവിൻ യുമല്ലു മിൻഹു സവാഉ. ഇങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ കവിത. അടുത്ത ലബീദ് ബിൻ റബീഅ. ഇദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഖുർആൻ ഹിഫ്ളാക്കിയിട്ടുണ്ട്. ലബീദ് ബിൻ റബീഅ ഇദ്ദേഹത്തിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഹായിയ അല്ല. ഇദ്ദേഹത്തിൻ്റെ മുഅല്ലഖ യഥാർത്ഥത്തിൽ ബഹ്റുൽ കാമിൽ ബഹ്റാണ്. അതേപോലെ മീമിയാണ്. അഫതിദ്ദിയാറു മഹില്ലുഹാ ഫമുഖാമുഹാ ബിമിനൻ തഅബ്ബദ ഖൗലുഹാ ഫരിജാമുഹാ. ഇദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഒരു കവിത പോലും രചിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇല്ല ബൈത്തൻ വാഹിദൻ, ഒറ്റ വരി മാത്രമാണ് രചിച്ചത്. അൽഹംദുലില്ലാഹി ദി ലം യഅതിനി അജലി ഹത്താ ലബിസ്തു മിനൽ ഇസ്ലാമി സിർബാല. ഇസ്ലാമിൻ്റെ വസ്ത്രം ധരിച്ചതിന് ശേഷം ധരിക്കുന്നത് വരെ എനിക്ക് ആയുസ് നൽകിയ അള്ളാഹുവിന് സർവസ്തുതിയും എന്നാണ് ആ കവിത. അതേപോലെ ഇദ്ദേഹത്തിന് ഉമർ റളിയല്ലാഹു ഇദ്ദേഹത്തിൻ്റെ കവിത കേൾക്കാൻ പൂതിയായിട്ട് ഒരു കത്തയച്ചു. അങ്ങനെ ഇദ്ദേഹം മറുപടി കൊടുത്തത് അബ്ദലനി അല്ലാഹു ബിൽ ഖുർആൻ. കവിതക്ക് പകരമായി അള്ളാഹു എനിക്ക് ഖുർആൻ നൽകിയിരിക്കുന്നു എന്നാണ് ലബീദ് ബിൻ റബീഅ മറുപടി നൽകിയത്. അടുത്ത ഹാത്തിം അത്വായി. ഷാഇറുൽ ജൂദ്, ഷാഇറുൽ കറം, ഷാഇറുൽ സമാഹ എന്നൊക്കെയാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഒരുപാട് ധാരാളമായി സംഭാവന ചെയ്യുന്ന കവിയായിരുന്നു. പിന്നെ ഹാത്തിം അത്വായി എന്ന് പറയുന്ന കവി. ഹാത്തിം ഇബ്നു അബ്ദുള്ള എന്നാണ് യഥാർത്ഥ പേര്. പിന്നെ ധാരാളമായിട്ട് സംഭാവന ചെയ്യുന്ന ഒരു കവിയാണ് ഇദ്ദേഹം. ഷാഇറുൽ ജൂദ് എന്നാണ് പറയപ്പെടുന്നത്. അടുത്തത് ജാഹിലി കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാരെ കുറിച്ച് മുഴുവൻ നമ്മൾ പറഞ്ഞു. ഖുതബാക്കളെ കുറിച്ച് പറഞ്ഞു, ഷുഅറാക്കളെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മുടെ സിലബസിൽ വരുന്ന മറ്റൊരു ഭാഗമാണ് അൽ ഖുർആൻ വൽ ഹദീസ്. അതിലെ ഖുർആനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവ്വലു കിതാബിൻ ദുവ്വിന ഫിൽ ലുഗത്തിൽ അറബിയ. അറബി ഭാഷയിൽ രചിക്കപ്പെട്ട അല്ലെങ്കിൽ ക്രോഡീകരിക്കപ്പെട്ട ആദ്യത്തെ ഗ്രന്ഥം ഖുർആനാണ്. അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലത്താണ് ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടത്. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്തും ക്രോഡീകരിച്ചു. ഖുർആനിലെ ആകെ 86 മക്കി സൂറത്തുകളും 28 മദനി സൂറത്തുകളുമാണ് ഉള്ളത്. ഇനി പ്രവാചകന്റെ കവികൾ എന്നറിയപ്പെടുന്നത് ഹസ്സാൻ ബിൻ സാബിത്ത്, കഅബ് ബിൻ മാലിക്, അബ്ദുല്ലാഹി ബിൻ റവാഹ എന്നിവരൊക്കെയാണ്.
അസ്ഹാഹു സിത്ത, ഹദീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രസിദ്ധമായ ഹദീസുകളാണ് സ്വഹീഹ് അൽ ബുഖാരി. അസഹുൽ കിതാബ് ബഅദ കിതാബില്ല, ഖുർആന് ശേഷം ഏറ്റവും സ്വഹീഹായ ഗ്രന്ഥം ഹദീസ് ബുഖാരിയാണ്. ഇമാം അൽ ബുഖാരിയാണ് അത് രചിച്ചിട്ടുള്ളത്. മുഹമ്മദ് ബിൻ ഇസ്മായിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. രണ്ടാമതായിട്ട് മുസ്ലിമാണ്, സ്വഹീഹ് മുസ്ലിം, ഇമാം മുസ്ലിമാണ് അത് രചിച്ചിട്ടുള്ളത്. മൂന്നാമതായിട്ട് സുനനു തിർമുദി, നാലാമത്തത് സുനനു അബൂദാവൂദ്, അഞ്ചാമത്തത് നസായി, ആറാമത്തത് ഇബ്നു മാജ. ഇങ്ങനെയാണ് സിഹാഹു സിത്ത, 6 പ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥങ്ങൾ. ഇനി അടുത്തത് ശുഅറ ഉൽ മുഖല്ലറമീങ്ങളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം. അല്ലദീന റഅൗ അല്ലെങ്കിൽ അല്ലദീന ആശു ഫിൽ ജാഹിലിയ വൽ ഇസ്ലാം, ജാഹിലിയ കാലഘട്ടത്തിലും ഇസ്ലാമിക കാലഘട്ടത്തിലും ജീവിച്ച കവികളാണ് മുഖല്ലറം കവികൾ. ഹസ്സാൻ ഇബ്നു സാബിത്ത് അതിൽ പ്രസിദ്ധനാണ്. ഇദ്ദേഹം ഷാഇറുർ റസൂൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹം ഗസാസന രാജകുടുംബത്തെ ധാരാളമായി പുകഴ്ത്തിയ ഒരു കവി കൂടിയാണ്. ജാഹിലി കാലഘട്ടത്തിലും ഇദ്ദേഹത്തിന് രാജാക്കന്മാരായിട്ട് വളരെയേറെ ബന്ധമുണ്ടായിരുന്നു. രണ്ടാമതായിട്ട് ഖൻസ, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് തൊമാലിർ ബിൻതു അംർ എന്നാണ്. അതൊരു സ്ത്രീ കൂടിയാണ്. റസായിലാണ് അദ്ദേഹം ധാരാളം കവിത രചിച്ചിട്ടുള്ളത്. ഇഷ്തഹറത്ത് ഫിർ റസ, റസായിലാണ് അദ്ദേഹം പ്രസിദ്ധ. കബീലത്തുഹ ബനി സുലൈം, ബനി സുലൈം ഗോത്രക്കാരിയാണ് ഖൻസ. പിന്നെ കഅബ് ബിൻ സുഹൈർ, ഇദ്ദേഹം പിന്നെ സുഹൈർ ബിൻ അബി സൽമയുടെ മകനാണ്. ഷാഇറുൻ കബീറുൻ വബ്നു ഷാഇറിൻ കബീരിൻ, വലിയ സാഹിത്യകാരൻ്റെ മകനാണ്, വലിയ സാഹിത്യകാരൻ കൂടിയാണ്. വഹജർ റസൂല, റസൂലിന് ഇദ്ദേഹം ഹജാ നടത്തിയിട്ടുണ്ടായിരുന്നു. അഹ്ദറ റസൂലു ദമഹു, ഇയാളെ വധിക്കാൻ പ്രവാചകൻ ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നീട് ഇദ്ദേഹം പ്രവാചകനെ വേഷം മാറി പ്രവാചകന്റെ അടുക്കൽ പോവുകയും പ്രവാചകന്റെ മുമ്പിൽ മനോഹരമായ കവിത ആലപിക്കുകയും ചെയ്യുന്നത്. വളരെ മനോഹരമായ ബുർദ ഇദ്ദേഹത്തിൻ്റെതാണ്. അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മദജ്തദം അൻജറാ മിമുഖ്ലതിൻ ബിദമി എന്ന് തുടങ്ങുന്ന മനോഹരമായ കവിത. അവിടെയാണ് ഇദ്ദേഹം പ്രവാചകനെ വർണ്ണിച്ച് പാടുന്നത്. ഇന്നർ റസൂല ലസൈഫുൻ യുസ്തലാഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. വളരെ മനോഹരമായ കവിതയാണ് ഇദ്ദേഹത്തിൻ്റെത്. ഖസീദത്തുൽ ബുർദ എന്നാണ് അത് അറിയപ്പെടുന്നത്. പിന്നെ ഹുതൈഅ യുഅ്തബർ മിൻ കിബാരി ശുഅറാ ബിൽ ഹജാ, ഇദ്ദേഹം ഹജാ, ധാരാളമായി ഹജാ നടത്തിയ വലിയൊരു കവിയാണ് ഹുതൈഅ. ഇദ്ദേഹത്തിനെ ജയിലിൽ അടക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു ഉത്തരവ് വിട്ടിട്ടുണ്ട്. അമർ ഉമർ ബി ഹബ്സിൽ ഹുതൈഅ ബിസബബി ഹജാഇഹി, രൂക്ഷമായ ഹജാ കാരണം ഇയാളെ ജയിലിൽ അടച്ചു. കാരണം മിൻ ഖബീലത്തി ബനി അബ്സ്, ബനു അബ്സ് ഗോത്രമാണ്. അൽ ഹുതൈഅ അൽ അബ്സിയാണ്. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ജർവൽ ബിൻ ഔസ് എന്നാണ്. ഹുതൈഅയുടെ യഥാർത്ഥ പേര് ജർവൽ ബിൻ ഔസ് എന്നാണ്. ഷാഇറുൽ മുർത്തദ്ദീൻ, ഇടയ്ക്ക് ഇസ്ലാം സ്വീകരിക്കും, ഇടയ്ക്ക് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അങ്ങനെ മുദബ്ദബീന ബൈന ദാലിക്, ഇങ്ങനെയായിരുന്നു അദ്ദേഹം. ഫി ഹുറൂബിർ റിദ്ദ, ഹുറൂബിർ റിദ്ദയിൽ ഇദ്ദേഹം മുർത്തദ്ദായി പോവുകയും ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പിന്നെ അമവി കാലഘട്ടത്തിലെ കവികളെക്കുറിച്ചും പ്രസംഗകന്മാരെക്കുറിച്ചുമാണ് രണ്ടാമത്തെ ക്ലാസ്. മൂന്നാമത്തെ ക്ലാസ് അബ്ബാസി കാലഘട്ടത്തിലെ കവികളെക്കുറിച്ചും പ്രസംഗകന്മാരെക്കുറിച്ചുമാണ്. നാലാമത്തെ ക്ലാസ് ആധുനിക കാലഘട്ടത്തിലെ കവികളും പ്രസംഗകന്മാരും. അങ്ങനെ 4 ക്ലാസ്സോടുകൂടെ കേട്ടറ്റിൻ്റെ മുഴുവൻ സിലബസും കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.